സോ അങ്ങനെ എൻ്റെ ഫോണിൻ്റെ ചാർജ് കുറവാണ്. ഞാൻ വേഗം ക്വിക്ക് റിവ്യൂ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഐ നോബഡി എന്ന് പറഞ്ഞൊരു പടം കണ്ടു. ഡയറക്റ്റഡ് ബൈ നിസാം ബഷീർ, ഡയറക്ടർ ഓഫ് റൊഷാക്ക്. കെട്ടിയോളാണ് എൻ്റെ മാലാഖ. എനിക്ക് 2 പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, കെട്ടിയോളാണ് എൻ്റെ മാലാഖയും റൊഷാക്കും. അപ്പോൾ ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി വർക്കായി. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടു പടം. ഉച്ചക്കത്തെ ഷോ പത്മയിൽ. സിനിമ എനിക്ക് ഇഷ്ടമായി. എൻ്റെ അഭിപ്രായമാണ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ചിലവർക്ക് ആവറേജേ തോന്നുള്ളൂ. കാരണം ഈ പറയുന്ന ഈ 2 പടങ്ങളുണ്ടല്ലോ ഞാൻ നേരത്തെ പറയാം, അതിൻ്റെ അത്രയും വെച്ച് നോക്കുമ്പോൾ ഇല്ല. പക്ഷെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ലോജിക്കൽ മിസ്റ്റേക്ക് എന്തും ഉണ്ടാവാം, ബട്ട് ഫൈനൽ ഔട്ട്പുട്ട് എൻ്റർടൈനിങ് ആയിരുന്നോ എൻഗേജിങ് ആയിരുന്നോ പടം? അതാണ് എൻ്റെ ചോദ്യം. കാരണം ഞാൻ കൊടുത്ത പൈസയ്ക്ക് അല്ലെങ്കിൽ ഞാൻ കളയുന്ന സമയം, എനർജി അതിനുള്ളതുണ്ടോ സിനിമയിൽ? മിസ്റ്റേക്ക് ചെയ്യാൻ നിന്നതിന് കുറേ ഫോൾട്ടുകളെല്ലാം ഒട്ടുമിക്ക പടങ്ങളിലും കിട്ടും. അതിപ്പോൾ ഒന്നിലും 100% പെർഫെക്റ്റ് അല്ല. അതിപ്പോൾ ഒരു പടം 100 ആൾക്കാർക്ക് വെച്ചെടുത്ത് എല്ലാവർക്കും ഇഷ്ടാവില്ല, 100% ആൾക്കാർക്ക് വർക്കാവില്ല. അതായത് ക്രിസ്റ്റഫർ നോളൻ്റെ പടമായാലും ആരുടെ പടമായാലും എൻ്റർടൈനിങ് ചെയ്യിച്ചോ. എനിക്ക് പടം അത് കിട്ടി. എസ്പെഷ്യലി ഞാൻ എടുത്തു പറയുന്ന ഒരു ഫാക്ടർ മ്യൂസിക്കാണ് ജേക്സ് ബിജോയുടെ. അത് പൃഥ്വിരാജ് ഏതൊരു ഇതിൽ പറഞ്ഞിരുന്നു, ജേക്സ് ബിജോയുടെ ഞാൻ ഇതുവരെ കേട്ടില്ല ഏറ്റവും മികച്ച വർക്ക് ഇതാണ്. എനിക്ക് നല്ലോണം ഫീൽ ചെയ്തു. നല്ല മ്യൂസിക് സൈഡ് ഈ പടത്തിൻ്റെ കിടിലനാണ്. ജേക്സ് ബിജോയുടെ മ്യൂസിക്, സൗണ്ട് ഡിസൈനിങ് ഒക്കെ രസമായിരുന്നു. ഞാൻ പത്മയിൽ നല്ല സ്പീക്കേഴ്സുള്ള തിയേറ്ററിൽ കാണണം. ആൻഡ് ഈ പടത്തിൻ്റെ എഡിറ്റിങ്, എനിക്ക് ആദ്യത്തെ ഇത് ഇഷ്ടപ്പെട്ട മ്യൂസിക് ജേക്സ് ബിജോയുടെ. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, സൗണ്ട് ഡിസൈനിങ് ചെയ്തേക്കുന്ന നിക്സൺ ജോർജ്, രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ എഡിറ്റിംഗ് റമീസ് അങ്ങനത്തെ ഒരാളാണ് ചെയ്തത്. ആളുടെ ഇതിന് മുമ്പത്തെ വർക്ക് എനിക്കറിയില്ല, പക്ഷെ നല്ല എഡിറ്റിങ്ങാണ് ഈ പടത്തിൻ്റെ. ആൻഡ് ഈ പടം ഫസ്റ്റ് ഹാഫാണ് കമ്പാരേറ്റീവ്ലി ഞാൻ പറഞ്ഞു എൻഗേജിങ് ആണ്. ബട്ട് എടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഫസ്റ്റ് ഹാഫാണ് കൂടുതലും ഗ്രിപ്പിംഗ് ആയിട്ടുള്ളത്. അതായത് ഇപ്പോൾ എനിക്ക് ചുരുക്കം പടങ്ങളിൽ മാത്രം ഈ പടം തുടങ്ങുമ്പോൾ തന്നെ കയറും, ഈ പടത്തിൻ്റെ സോണിലോട്ട് കയറും. ഇപ്പോൾ ചുരുക്കം പടം മാത്രമേ ഞാൻ തോന്നിയിട്ടുള്ളൂ. ഇത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറഞ്ഞ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ പടത്തിൻ്റെ സോണിലോട്ട് കയറും. കുഞ്ചാക്കോ ബോബൻ വരുന്നു, അവിടെ ഒരു മാല മോഷ്ടിച്ച കേസിൽ വന്ന് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കുഞ്ചാക്കോ ബോബൻ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ആയി അതേസമയം പടത്തിൻ്റെ സോണിലോട്ട് കയറി. ബാക്കിയുള്ള പടങ്ങൾ എന്ന് പറയുമ്പോൾ പതിയെ കഥാപാത്രങ്ങളെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് പതിയെ പ്ലോട്ടിലോട്ട് കയറി ബിൽഡ് ചെയ്ത് വന്ന് ഒരു പരിപാടിയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം എനിക്ക് ഈ പടമാണ് പെട്ടെന്ന് ഞാൻ പടം തുടങ്ങിയപ്പോൾ തന്നെ സോണിൽ കയറുന്നത്. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, ബട്ട് പടത്തിൽ കയറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം തുടങ്ങിയപ്പോൾ തന്നെ കിട്ടിയത് ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ശേഷം എനിക്ക് ഈ പടം തോന്നുന്നു. ഇവിടെ പടങ്ങൾ എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. പടം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ സോണിൽ കയറി പടത്തിൻ്റെ. ഫസ്റ്റ് ഹാഫാണ് ഭയങ്കര ഗ്രിപ്പിങ്ങാണ്, കിടിലം ഫസ്റ്റ് ഹാഫാണ് പടത്തിൻ്റെ. സെക്കൻഡ് ഹാഫിൽ കുറച്ച് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പറയുന്ന പോലെ ലോജിക് മിസ്റ്റേക്സ് പരിപാടികൾ ഉണ്ടായിരുന്നു, മൈന്യൂട്ടായിട്ടുള്ള. അപ്പോൾ എൻ്റെ സൈഡിലിരിക്കുന്ന ആൾക്കാരൊക്കെ പറയാം, എടാ അവിടുന്ന് അങ്ങനെ സംഭവിച്ചേ, അതെന്താ ഇങ്ങനെ സംഭവിച്ചേ, നമുക്കുണ്ടാകുന്ന ചോദ്യങ്ങളാണ്. ഈ പടം കഴിയുമ്പോൾ ഒരു ചോദ്യം വരും. ആ ചോദ്യം ഈ കഥാപാത്രങ്ങൾക്കും അതായത് പൃഥ്വിരാജിൻ്റെ വൈഫ് പാർവതി ചെയ്ത ക്യാരക്ടർ, രണ്ടുപേർക്ക് ആ ചോദ്യം, 2 കഥാപാത്രങ്ങൾക്ക് ആ ചോദ്യം കൊടുത്ത രീതിയിലാണ് പടം അവസാനിപ്പിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഒരു കുഴപ്പം വരുന്നുണ്ട് അവിടെ. ബട്ട് അതൊക്കെ മാറ്റി നിർത്തി നോക്കിയാൽ പടം ഒരു എൻഗേജിങ് ആയിരുന്നു. കമ്പാരേറ്റീവ്ലി സെക്കൻഡ് ഹാഫാണ് എനിക്ക് ഇത്തിരി ലൂസായിട്ട് തോന്നിയത്. പക്ഷെ അത് അങ്ങനെ പോയി പടം അവസാനത്തെപ്പോഴേക്കും ഇമോഷണൽ രംഗങ്ങളും ഈ സെൻറ്റി സീൻസൊക്കെ വെച്ച് ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് പക്ക ത്രില്ലർ, ആ ഒരു സസ്പെൻസ് സോണിലൂടെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണലും കുറച്ച് പ്രെഡിക്റ്റബിൾ സീൻസും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ലോജിക്കൽ ഒക്കെ വെച്ച് ഇങ്ങനെ പോയി അവസാനം ഇമോഷണലായിട്ടുള്ള കുറച്ച് രംഗങ്ങൾ വെച്ച് ബിൽഡ് ചെയ്തെടുത്തു. അങ്ങനെ പടം അവസാനിക്കുന്നത്. അശോകൻ്റെ ക്യാരക്ടർ രസമായിരുന്നു. അശോകൻ അതിലവസാനം നമുക്ക് പറയാം എന്തുകൊണ്ടാണെന്ന് ആ ക്യാരക്ടർ വ്യക്തമാക്കി തരും. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അശോകൻ. പിന്നെ കുറച്ച് ക്യാമിയോ. പിന്നെ ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഈ പടത്തിൻ്റെ ടൈറ്റിൽ എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവും. ഇത് നോബഡി. അതെന്താ ഉദ്ദേശിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പിടികിട്ടും. പക്ഷേ സ്റ്റിൽ മേക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ ഓഡിയൻസിനും കോമൺ ആയിട്ട് എത്തണമല്ലോ ഈ പടം ഉദ്ദേശിക്കുന്ന ഒരു സംഭവം. അത് ഈ പടത്തിൻ്റെ അവസാനമാകുമ്പോൾ പൃഥ്വിരാജ് ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഒരു ഉത്തരവായിട്ട് രീതിയിൽ ഒരു ഡയലോഗിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് നോബഡിയാണ്, നോബഡി അല്ലേ നിങ്ങളുടെ ഗവൺമെൻറ്റിന്, വെറും നോബഡി മാത്രം എന്ന രീതിയിലൊരു സംഭവം. അതൊക്കെ കൊള്ളാം. ക്യാമിയോകളുണ്ട് ഈ പടത്തിൽ. ക്യാമിയോയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അതിൽ മെയിൻ ക്യാമിയോ ഉണ്ട്, ഞാൻ ഞെട്ടി. ബാക്കി വരുന്ന ക്യാമിയോസൊക്കെ ഓക്കെ. മെയിനായിട്ടുള്ള ഒരാളുണ്ട് ഇതിലൊരു വാർത്താ ചാനലല്ല, ഈ നമുക്ക് എന്തെങ്കിലും വാർത്തകൾ കിട്ടുമ്പോൾ യൂട്യൂബ് വഴി പറയുന്ന ടീംസ് ഉണ്ടല്ലോ, യൂട്യൂബ് വഴി ചാനൽ കൊടുത്തിട്ട് ചുരുളഴിയാത്ത രഹസ്യം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴത്തെ കുറേ ടീംസ് ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ക്യാരക്ടർ അത്. പക്ഷേ ആളെ കണ്ടപ്പോൾ ചിലവർക്ക് പിടികിട്ടും ആരാന്ന്. ആൾ പണ്ടത്തെ ആളുടെ ഒരു ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി പടത്തിൽ മമ്മൂട്ടിയോട് പറയുന്നു ഒരു ക്യാരക്ടറുണ്ട്, മീമൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണ് അയാളുടെ. ആൾ പണ്ടത്തെ ലുക്കാട്ടത്, കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. ആളിവിടെ
പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി പാസ് ഔട്ടാണ്. അപ്പോൾ ഞാനവിടെ പോണ്ടിച്ചേരി പഠിച്ച ആളാണ്. അപ്പോൾ ഞാൻ ആളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ആളുടെ കോലം എനിക്കറിയാം എങ്ങനെയാണ്. തിയേറ്റർ ടീച്ചർ ആൾ. അപ്പോൾ ആൾ ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. ചെറിയൊരു റോൾ ഇതുപോലെ വാർത്താ ചാനലല്ല, യൂട്യൂബിൽ വാർത്തകൾ പറയാം എന്ന രീതിയിൽ. അത് എന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ആക്ടറിൻ്റെ പേര് മറന്നുപോയി. പക്ഷേ ഞാൻ ഈ തന്ന ക്ലൂ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും. മുട്ട പൊഴിഞ്ഞ പോലത്തെ പയ്യനായിരുന്നു എന്ന് പറയും വിവേക് ഒബ്റോയുടെ. അത് തന്നെ രസമായിരുന്നു. അല്ലെങ്കിൽ രാം ഗോപാൽ വർമ്മയുടെ റൂമിൽ ചെന്ന് പടേ അത് രസമായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ആ ഒരു ക്യാമിയോ. ആൻഡ് പടം ഫൈനൽ കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ കൊടുത്ത പൈസക്ക് നഷ്ടമൊന്നും തോന്നിയില്ല. ഒരു ഗുഡ് മൂവി, നല്ലൊരു പടം. പിന്നെ പടം എഴുതിയേക്കണ റൊഷാക്ക് എഴുതിയ സെയിം ആൾ തന്നെയാണ്, സമീർ അബ്ദുൾ, അങ്ങനെ പേരും സമീർ അബ്ദുൾ. ആ ഡയറക്ടറും റൈറ്ററും ഒരുമിച്ച് ഈ പടത്തിൽ ഒന്നും കൂടി വർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഈ പടം തിയേറ്ററിൽ കാണാം. അതാ നല്ലത്. OTT കാണുന്ന ചെറിയൊരു ഫോണിൽ നിന്ന് കാണുന്നേക്കാളും. കാരണം ഞാൻ പറഞ്ഞു ജെക്സ് ബിജോയുടെ നല്ല സ്പീക്കേഴ്സിൽ ആ ഒരു കിക്ക് കിട്ടുന്നുള്ള പടത്തിൻ്റെ മ്യൂസിക് എടുത്തു പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ള മ്യൂസിക്കാണ് പടത്തിൻ്റെ. അപ്പോൾ അത് അങ്ങനെ തന്നെ കാണാം, തിയേറ്ററിൽ കാണാം, പറ്റുവാണെങ്കിൽ കാണാം. നല്ല തിയേറ്റർ എടുക്കുക. ഞാൻ പത്മയിലാണ് കാണുന്ന പടം. പത്മയ്ക്ക് അടുത്ത് 4K ലേസർ പ്രൊജക്ഷൻ ആക്കി. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി ഉണ്ട്. 4K ലേസർ പ്രൊജക്ഷൻ ആക്കിയതിന് ശേഷം നേരത്തെ വെറും 4K ആയിരുന്നു, 4K സീനോൺ പ്രൊജക്ഷൻ ആയിരുന്നു. ഇപ്പോൾ ലേസർ ആക്കിയതിന് ശേഷം ഞാൻ അവിടെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പടം കണ്ടു. കിഡിലും ക്ലാരിറ്റിയാണ്. പിന്നെ മലയാളം പടങ്ങളുടെ കണ്ടന്റ് എന്നൊക്കെ പറയുമ്പോൾ DCP വരുന്ന 4K ആവുള്ളൂ. ഈ പടത്തിന് ആക്ച്വൽ DCP അറിയില്ല, ബട്ട് 4K ഒക്കെയാണ് മലയാളം പടങ്ങളൊക്കെ വരാം. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു പത്മയിൽ. കിടിലനായിരുന്നു. എനിക്ക് ഒരു അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത്. നഷ്ടമൊന്നും തോന്നിയില്ല. നല്ലൊരു മൂവി. പക്ഷേ എടുത്തു പറയാൻ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. മോർ ഓവർ പടം എൻഗേജിങ് ആയിരുന്നു. അതായിരുന്നു എനിക്ക് ഐ നോബഡി എന്ന പടം. ആൻഡ് 2.25 മണിക്കൂറുണ്ട് പടം. 2.25 മണിക്കൂർ, ഇൻ്റർവെല്ലൊക്കെ കൂടി ചേർത്ത് 3 മണിക്കൂറോളം ഉണ്ട്. അത്രേ ഉള്ളൂ.